ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് കുട്ടികൾക്കായി ഒരു പുരാണ കഥ, പാലാഴി മദനം. ഇതാണ് കഥ. ഒട്ടേറെ വാഗ്ദാനങ്ങൾ നൽകി അസുരന്മാരുമായി സന്ധി ചെയ്ത ദേവന്മാർ പാലാഴി കടയാനുള്ള പ്രയത്നങ്ങളിൽ ഏർപ്പെട്ടു. ദേവാസുരന്മാർ ഒന്നിച്ച് അനേകം ദിവ്യ ഔഷധങ്ങൾ കൊണ്ടുവന്ന് പാലാഴിയിൽ നിക്ഷേപിച്ചു. മന്ദരപർവ്വതത്തെ കടക്കോലും വാസുകി എന്ന സർപ്പത്തെ കയറുമാക്കി വാസുകിയുടെ വാൽഭാഗത്ത് ദേവസമൂഹവും തലഭാഗത്ത് അസുരസമൂഹവും നിന്നുകൊണ്ട് പാലാഴി അതിശീഘ്രം കടഞ്ഞു തുടങ്ങി. ഘോരസർപ്പമായ വാസുകിയുടെ മുഖത്തുനിന്ന് പുറപ്പെടുന്ന നിശ്വാസാഗ്നി തുടരെ തുടരെ ഏറ്റ് അസുരഗണങ്ങൾ തേജസ്സില്ലാത്തവരായി തീർന്നപ്പോൾ ആ അഗ്നിയിൽ അടിച്ചു വരപ്പെട്ട മേഘങ്ങൾ വാസുകിയുടെ വാൽഭാഗത്ത് വർഷിച്ചതിൻ്റെ ഫലമായി ദേവന്മാർ കൂടുതൽ കൂടുതൽ ബലവാന്മാരായി തീർന്നു. കടക്കോലായ മന്ദരപർവ്വതം പാലാഴിയിൽ നിന്ന് താഴ്ന്നു പോകാതിരിക്കാൻ ഭഗവാൻ വിഷ്ണു സ്വയം ആമയുടെ രൂപം കൈക്കൊണ്ടു പാൽക്കടൽ നടുവിൽ ചെന്ന് പർവ്വതത്തിന് ആധാരമായി സ്ഥിതി ചെയ്തു. പാലാഴി മദനമെന്ന പ്രയത്നം ദേവാസുരന്മാർ തുടർന്നു കൊണ്ടിരിക്കെ യഥാക്രമം കാമധേനു, വാരുണീദേവി, പാരിജാതം, അനുപമ, സൗന്ദര്യവതികളായ അപ്സര സ്ത്രീകൾ, ചന്ദ്രൻ ഇവ പാലാഴിയിൽ നിന്നും ഉയർന്നു വന്നു. ഭഗവാൻ ശ്രീ പരമേശ്വരൻ ചന്ദ്രനെ തൻ്റെ മൗലിയിൽ ധരിച്ചു. മന്ദരപർവ്വതത്തെ ചുറ്റി കടക്കയറായി വർദ്ധിച്ചു വന്ന വാസുകി കടുത്ത ക്ഷീണത്താൽ കരാളമായ കാളകൂടവിഷം ഛർദ്ദിക്കാൻ തുടങ്ങി. അതിൻ്റെ തീഷ്ണത സഹിക്കവയ്യാതെ അസുരന്മാർ ഓടി. ദേവന്മാർ വാടിത്തളർന്നു. വിഷ്ണു ഭഗവാൻ പോലും സ്വന്തം ഇന്ദ്രിയങ്ങളെ ഇറുക്കിയടച്ചു. ലോകമാകെ ദഹിച്ച് നശിച്ചു പോകുമെന്ന അവസ്ഥ വന്നപ്പോൾ കൈലാസപതിയായ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ പെട്ടെന്ന് അഘോരവിഷം മുഴുവൻ തൻ്റെ വായയ്ക്കകത്താക്കി. ആ കാഴ്ച കണ്ട ഭയപ്പെട്ട പാർവതീദേവി ഭഗവാന്റെ കണ്ഠം അമർത്തിപ്പിടിച്ചു. വിഷം ശരീരത്തിൽ പ്രവേശിക്കുന്നത് തടഞ്ഞു. ശിവൻ്റെ വായിൽ നിന്നും ആ ഘോരവിഷം പുറത്തേക്ക് ഒഴുകിയാൽ ലോകനാശം ഭവിക്കുമെന്നതിനാൽ വിഷ്ണു ഭഗവാൻ ശിവൻ്റെ വായ തൻ്റെ കൈകൾ കൊണ്ട് അടച്ചു പിടിച്ചു. മേൽപോട്ടും കീഴ്പോട്ടും പോവാനാകാതെ ഗതിമുട്ടിയ ഘോരവിഷം ശിവകണ്ഠത്തിൽ നീലനിറത്തിൽ പറ്റി പിടിച്ചു. അങ്ങനെ ശ്രീ പരമേശ്വരൻ നീലകണ്ഠനായിത്തീർന്നു. വിഷത്തിൻ്റെ ആവി തട്ടിയ വിഷ്ണു ഭഗവാൻ നീലവർണ്ണനായും പാർവതീദേവി കാളിയായും ഭവിച്ചു. അമൃതത്തിനുള്ള ശ്രമം ദേവന്മാരും അസുരന്മാരും വീണ്ടും തുടങ്ങി. വളരെ നേരത്തെ ശ്രമം ഫലപ്രാപ്തി കൈവരിച്ചു. ശുഭ്രവസ്ത്രധാരിയായ ധന്വന്തരി ഭഗവാൻ അമൃത നിറച്ച കുംഭവും കൈക്കുള്ളിലേന്തി പാലാഴിയിൽ നിന്നും സാവധാനം ഉയർന്നു വന്നു. ആ കാഴ്ച കണ്ട് ഏവരും സന്തുഷ്ടരായി നിൽക്കെ കയ്യിൽ കമലങ്ങളേന്തി വർദ്ധിച്ച കാന്തിയോടുകൂടി വിടർന്ന താമരപ്പൂവിൽ ഉപവിഷ്ടയായി സാക്ഷാൽ മഹാലക്ഷ്മി പാലാഴിയിൽ നിന്നും ആവിർഭവിച്ചു. സർവാഭരണ വിഭൂഷിതയായ സാക്ഷാൽ ലക്ഷ്മീദേവി സകല ദേവന്മാരും അസുരന്മാരും നോക്കി നിൽക്കെ വിഷ്ണു ഭഗവാന്റെ പാർശ്വത്ത് ചെന്ന് അദ്ദേഹത്തോട് ചേർന്നു നിന്നു. പാലാഴിയിൽ നിന്ന് ഉയർന്നു വന്നവ മുഴുവൻ ദേവന്മാർ കൈക്കലാക്കിയതിൽ കോപമുണ്ട അസുരന്മാർ ധന്വന്തരി ഭഗവാന്റെ കൈകളിൽ നിന്നും വിശിഷ്ടമായ അമൃതകുംഭവും അപഹരിച്ചുകൊണ്ട് ഓടിമറഞ്ഞു. ഇതാണ്